കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന റാഹത്താണോ? കമന്റ് കേട്ടോ. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കണ്ട്. എന്തെന്ന് വെച്ചാൽ രണ്ട് പെൺകുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് SSLC പരീക്ഷ പോലും എഴുതാൻ പറ്റിയില്ല. കാരണം അച്ഛൻ്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചിട്ട് വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ, അതും വാടക വീട്ടിലാണ് ജീവിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ അവരുടെ സ്ഥിതി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയപ്പോൾ നിങ്ങളിലൂടെ ഒന്ന് എത്തിക്കാന്ന് വിചാരിച്ചു. അത് ഒരുപാട് ഷെയർ ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ അത്രത്തോളം പാവം തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഒരു അച്ഛൻ എന്ന പദവി ഒരിക്കലും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതല്ല. നിനക്കൊക്കെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീക്ക് ഈ മക്കളെങ്ങനെ ജനിപ്പിക്കുന്നേ? നിനക്കൊന്നും അതിന് കഴിവില്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകരുത് ഈ കാര്യങ്ങളൊന്നും. അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല. പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടിയാണ്. അവര് ഈ വർഷത്തെ SLC പരീക്ഷ പോലും എൻ്റെ മക്കൾ എഴുതിയിട്ടില്ല. ഇളയ മോളെ വായിക്കാത്തുകൊണ്ടൊന്ന് മദ്യം ഒഴിച്ചു കൊടുത്ത് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്നും പറഞ്ഞു. ഒരു വാഴിക്കൊണ്ടൊന്ന് ഒഴിച്ച് തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായാണ് മോളെ, അതിൽ ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും. ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ? ശരീരം നന്നാവുള്ള മരുന്നാണെന്നും പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ. ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ പേടിയാ. കുട്ടികൾ 10ാം ക്ലാസ്സിലാണോ പഠിച്ചത്? ഇപ്പൊ 10ൽ SLC പരീക്ഷ എഴുതിയിട്ട് ഇനി അടുത്ത വർഷം സ്കൂളിൽ നിന്ന് SLC പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ചോദിച്ചാൽ എന്റെ അടുത്ത് വിളിച്ചു. ഈ പെൺകുട്ടികളെ അത്രയ്ക്ക് ചേച്ചി ഈ വീടിനകത്ത് അടച്ചിട്ടേക്കോണി? അടച്ചിട്ട് ഞാൻ പോണടുത്ത് മൊത്തവും ഞാൻ പൊതുക്കി വെച്ച് ഞാൻ എന്റെ പെൺമക്കളെയും കൊണ്ട് നടക്കി. ടെറസ് വീടാണ് മോളെ. അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ചവർ കിടന്ന് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, പൂച്ചയാണോ എന്തോന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേന് ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീഴത്തൂടെ മുറിക്കകത്തോട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഭാവി ചെയ്ത് തുടങ്ങുന്നത്? ഇയാടെ സ്വന്തം മക്കള് തന്നെയല്ലേ ചേച്ചി? എനിക്ക് എന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛൻ ഒരു കുഞ്ഞുങ്ങളോട് ഇങ്ങനൊക്കെ ചെയ്യുവോ? എന്റെ മോളെ ഇങ്ങനെ മുട്ടി ഒരുമിക്കൊണ്ട് പോയി എന്റെ മക്കളെ കണ്ടാ മിണ്ടൂല. നീ എൻ്റെ അടുത്ത് നീ മിണ്ടണ്ട. എനിക്ക് നീ 10 പൈസ നീ തരണ്ട. 10 പൈസ എനിക്ക് തരണ്ട മക്കളെ. അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ. 1 രൂപ പോലും എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒരു ഓണമായ നിനക്കറിയാമോ, തിരുവോണത്തിന് എൻ്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോൾ ഞാനും എൻ്റെ കൊച്ചുങ്ങളും പട്ടിണി. 1 മാസം ആ വീട്ടിൽ പട്ടിണി. അത് നിമിഷം എൻ്റെ കൊച്ചുങ്ങൾ അയാളെ വലയിലാവും. അതിനുള്ള നീക്കങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിലാണ്. ഈ സന്ധ്യ ചേച്ചി വിളിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. 2 പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഇത്രയും മോശമായിക്കൊണ്ടിരിക്കുന്നത്. SSLC പരീക്ഷ പോലും എഴുതാൻ ഈ അച്ഛനെ പേടിച്ചിട്ട് ഇവർക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. 2 കൊച്ചു പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട നമ്മുടെ നാട്ടിലെ നിയമപാലകർ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ആരും ജനങ്ങളിത് ഏറ്റെടുക്കണം. ജനങ്ങളിത് ഏറ്റെടുത്തേ മതിയാവും. അല്ലെങ്കിൽ നാളെ ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളെ മുമ്പിൽ. ഞാൻ TV അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളടുത്ത് കഴിയാൻ എനിക്ക് ഒക്കൂല. അന്ന് എന്നെ എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിന്റെ വഴിക്ക് പോവും. അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞതാ, നീ കേസ് കൊടുത്താ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം. നിവർത്തിയിട്ട് ഞാൻ ഈ മീഡിയക്കാരെ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒരു മദ്യപാനി, സംശയരോഗി, അയാൾ ആ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എനിക്ക് പെൺകുട്ടികളല്ലേ? 2 പെൺകുട്ടികൾ. എത്ര വയസ്സായി ചേച്ചി മക്കൾക്ക്? 16ഉം 15. ഇത് വാടക വീടാണ്. ഇത് വാടക വീട്. പുറത്തോട്ട് ഇറങ്ങി പോവാൻ എനിക്ക് ഇത്രയും കാട്ടിനിടയ്ക്ക് ഒരു വാടക വീട് എടുക്കാൻ കാരണം പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത്. എന്നിട്ട് ഇവിടെയും വന്ന് ഈ കാട്ടിനിടയ്ക്ക്. ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നോ? ഒരുപാട് വീട് ഞാൻ മാറി. ഇയാളെ പേടിച്ച് മാറി. പഠിക്കുന്ന മോള്? 2 പേരും 10ലാണോ പഠിക്കുന്നേ? അപ്പൊ അമ്മ പറഞ്ഞു 2 പേരും SSLC പരീക്ഷ എഴുതിയിട്ടില്ലെന്ന്. എന്താ കാര്യം? അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും.
അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ഹാജരൊക്കെ കുറഞ്ഞത്. അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത്. അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ? ഇല്ല. അച്ഛനെ പേടിക്കാൻ എന്താ കാരണം? അച്ഛൻ ഉപദ്രവിക്കുമല്ലോ ചെയ്യും. അച്ഛൻ ഒരുപാട് അടിക്കും. ഒരു ദിവസം വീട്ടിലിങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോൾ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലുമെന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് നിന്ന് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിൽക്കാന്ന് പറഞ്ഞ് എന്നെ പട്ടിയലിനെ അടിച്ചത്. പട്ടിയെല്ലാം അടിച്ചോ? എവിടെ മോളെ? അത് കാലിലാണ് അടിച്ചത്, കാലിൻ്റെ തൊട ഭാഗത്ത്. മുറിവായോ? അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറേ ദിവസം അങ്ങനെ പോയി. അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പുറത്തത്. മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം? അച്ഛൻ വിളിക്കുന്നിടത്തൊന്നും പോവത്തില്ല, പിന്നെ അച്ഛൻ്റെ അടുത്ത് നിൽക്കത്തില്ല. അച്ഛൻ പോരെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിൽക്കത്തില്ല. കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ അങ്ങനെ പിടിച്ച് നിർത്തും. ആ ഒരു ഇതിലാണ് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട്. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ ചെല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടുപേരത്തെ അച്ഛൻ ഇത്ര ദേഷ്യം. പിതാവിനെ പേടിച്ച് എത്ര വർഷം, 16-18 വർഷമായി ഈ മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു. ഒരു കാക്കയ്ക്ക് പറന്നു പറ്റാൻ ഒരു ജില്ലയുണ്ട്. ഞാൻ എത്ര നാളെ ഈ മക്കളെയും കൊണ്ട്, ഈ പെൺമക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടും. രാത്രി എൻ്റെ ചെറിയ തോതുക്കാൻ മക്കളാ, പകലടുത്ത് അടിച്ച് എൻ്റെ കൊച്ചിൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നു. പിടിച്ച് തള്ളിയിട്ട് എൻ്റെ കൊച്ചിനെ തല ഒന്ന് ഇടിച്ച്, ഇളയ മോള തല ഇടിച്ച്. ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചു മരിച്ചു പോയെന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇയാളുടെ കൂടെ എന്തിനാ ചേച്ചി ഇനിയും ജീവിക്കുന്നതെന്ന് പറഞ്ഞ 2 പെൺകൊച്ചുങ്ങളല്ലേ. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുടുംബമാകുമ്പോഴത്തേന് അടിയും വഴക്കും കാണും, അവര് എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോ. എന്റെ ചേട്ടത്തിയാരും പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് ചേച്ചി കേസ് കൊടുക്കുക ഒന്നും ചെയ്തില്ലേ? 5 കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്ക സ്റ്റേഷനിൽ. അവര് ഇറങ്ങി ആവട്ടെ തിരക്കാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്ക് പണമുണ്ട്. എന്റെ ഭർത്താവിന് എങ്ങനെയായിരുന്നു ചേച്ചി? കൊടുമൂട്ടി ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു സമൂഹ വിവാഹമായിരുന്നു. സമൂഹ വിവാഹമായിരുന്നു അല്ലേ? അപ്പൊ ചേച്ചിക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം ഒന്നുമില്ല. ഈ ഒരു വാടക വീട് ഓടയാണ് ഈ മക്കളെയും കൊണ്ട് അയാളെ പേടിച്ച്. രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പള്ളക്കത്ത് വെച്ച് കിടത്തി ഉറക്കും. രാവിലെ നേരം വെളുക്കുമ്പോഴത്തേന് ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോയി. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആഹാരം വേണ്ടേ, ഉടുക്കാൻ തുണി വേണ്ടേ, എണ്ണ വേണ്ടേ. എന്റെ അച്ഛനും അമ്മ എത്ര നാൾ എന്നെ നോക്കും. ഇവരെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് എറിഞ്ഞിട്ട് ഈ കാട്ടിന്റെ ഇത് ഞാൻ ഇറങ്ങി ജോലിക്ക് പോകും. വഴിക്ക് വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എന്റെ മക്കളെ എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്റെ ജനങ്ങൾ ഇതൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാള് ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ ഞാൻ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനടുത്ത് ഞാൻ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു ഗതിയോട് ഒരു പെണ്ണുങ്ങൾക്കും കൊടുക്കല്ലേ ദൈവമേ. മെമ്പർമാരടുത്ത് പറഞ്ഞു, ഞാൻ ഇനി പറയാ ലോകത്ത് ആളില്ല. തിരുവനന്തപുരത്ത് വനിതാ സെല്ലിൽ മാത്രമേ ഞാൻ പോവാതെ ഉള്ളു. ബാക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മൊത്തവും പോയിട്ടുണ്ട്. ആർക്കും ഒരു മനസാക്ഷി ഇല്ല. ഈ വീഡിയോ ജനങ്ങൾ കാണുമ്പോഴെങ്കിലും ഈ മക്കൾക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവർ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാമെന്നുള്ളൊരു വാടക വീട്ടിലാണ് ഈ അച്ഛനെ പേടിച്ച് ഈ അമ്മ ഒരു കാടിൻ്റെ നടുവിൽ വഴി പോലും ഇല്ലാത്തിടത്താണ് ഈ കുഞ്ഞു മക്കളെയും കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നത്. അത്രയ്ക്കും പേടിച്ചാണ് ഈ കുട്ടികളെ വീടിനകത്ത് അടച്ചിടുന്നൊരവസ്ഥയാണ്. നമുക്കുമുണ്ട് മക്കൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തിക്കുക, ഈ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുക. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം.